തൃത്താലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃത്താല പൊതുമരാമത്ത് വകുപ്പ് AE ഓഫീസിന് മുൻപിൽ ജനകീയ കൂട്ടായ്മ ഉപരോധ സമരം നടത്തി. മന്ത്രി MP രാജേഷിന്റെ മണ്ഡലമായ തൃത്താലയിലെ എല്ലാ പ്രധാന റോഡുകളും തകർന്ന് തരിപ്പണമായിട്ടും റോഡുകൾ ശരിയാക്കാൻ ഒരു പ്രതിവിധിയും ഇതുവരെ കണ്ടെത്തിയില്ല എന്ന് സമരക്കാർ ആരോപിച്ചു. റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന മന്ത്രിയുടെ പ്രസ്താവനയല്ലാതെ ഒരു പണിയും ഇതുവരെ നടത്തിയിട്ടില്ലെന്നും വലിയൊരു സമരത്തിന്റെ സൂചനാ സമരം മാത്രമാണ് ഈ സമരമെന്നും പഞ്ചായത്ത് അംഗം PV മുഹമ്മദ് അലി പറഞ്ഞു. കുറ്റിപ്പുറം മുതൽ പട്ടാമ്പി വരെയുള്ള റോഡുകൾ അത് സിപിഎമ്മിൽ ഉൾപ്പെടുത്തി കേരള റോഡ് ഫണ്ട് ബോർഡ് അവരാണ് ഇതിൻ്റെ പണി ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ പറഞ്ഞതുപോലെ 2 കോടിയിലധികം വരുന്ന സംഖ്യ വകയിരുത്തി എല്ലാ അനുമതിയും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയല്ലാതെ ഈ റോഡിൻ്റെ മുകളിൽ ഒരു പ്രവൃത്തി നടക്കുന്നില്ല. ആ പ്രവൃത്തി നടക്കാത്തതിൻ്റെ പേരിൽ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. വാഹനങ്ങൾ കുഴിയിൽ ചാടി വണ്ടിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു, ജനങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്നു. അതോടെ തന്നെ അതിന് മുകളിൽ താൽക്കാലികമായ കോറി വേസ്റ്റാണോ എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. ആ കോറി വേസ്റ്റ് ഇട്ടതിന് ശേഷം ജനങ്ങളുടെ നടന്നു പോകുന്ന ആളുകൾക്കൊക്കെ പൊടിപടലങ്ങൾ കാരണം വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് അടിയന്തരമായ പരിഹാരം ഞങ്ങൾ അനവധി കാലമായി മാസങ്ങളായി ഈ മന്ത്രിയുടെ പ്രസ്താവന കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്ത ഏതാനും മാസങ്ങൾക്ക് ഉള്ളിൽ ഇത് നടക്കും. ഇതിൻ്റെ ഭരണാനുമതി കിട്ടിയിട്ടുണ്ട്, മറ്റ് ടെക്നിക്കൽ അനുമതി ലഭിച്ചിട്ടുണ്ട്, ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുക. ഓരോ സന്ദർഭങ്ങളിലും ഓരോ ഉദ്ഘാടനത്തിലും ഈ മന്ത്രി പറയുക എന്നല്ലാതെ ഒരു പ്രവൃത്തിയും ഈ റോഡിൻ്റെ മുകളിൽ ഇതുവരെ നടത്തിയിട്ടില്ല. ഒരു താൽക്കാലിക സംവിധാനം എല്ലാ കാലഘട്ടത്തിൽ നടത്തുന്ന ഒരു സംവിധാനമുണ്ട്. ഓരോ വേനൽക്കാലമാകുമ്പോഴും വർഷക്കാലം കഴിഞ്ഞാൽ വേനൽക്കാലമാകുമ്പോൾ റോഡിൻ്റെ കുഴികളടക്കുന്ന ഒരു അറ്റകുറ്റപ്പണി എന്ന് പറയാം. ആ പണി എല്ലാ വർഷവും നടക്കുന്നതാണ്. അത്രയോ വർഷങ്ങളായി ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രവൃത്തി തന്നെ ഈ പൊതുമരാമത്ത് റോഡുകൾ നടക്കുന്നില്ല എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു സൂചനാ സമരത്തിന്, ഒരു വലിയ സമരത്തിൻ്റെ തുടക്കമാണ് ഈ സമരം എന്ന് അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. തൃത്താല നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ ഉപരോധ സമരം നടക്കുന്നത്. ജനകീയ കൂട്ടായ്മയുടെ പേരിലാണ് ഈ സമരം സംഘടിപ്പിച്ചത്. നമുക്കറിയാം, തൃത്താല നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ ഏത് ഭാഗം എടുത്തു നോക്കിയാലും ഇന്ന് റോഡുകൾ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന ഒരു നിയോജക മണ്ഡലത്തിലെ റോഡിൻ്റെ അവസ്ഥകൾ നിങ്ങൾ കാണും. മന്ത്രി എല്ലാ യോഗങ്ങളിലും, തൃത്താലയിൽ നടക്കുന്ന എല്ലാ യോഗങ്ങളിലും പറയാറ് കോടികളുടെ കണക്കാണ്. ആ റോഡിന് കോടികൾ വെച്ചു, ഈ റോഡിന് കോടികൾ വെച്ചു, എല്ലാ റോഡുകൾക്കും കോടികൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നിർമ്മാണ പ്രവർത്തനം നടക്കാനുള്ള ഒരു സാഹചര്യവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രി ജയിച്ചു പോയിട്ട് 3.5 വർഷത്തോളമായി ഒരു പ്രതിവിധിയും ഇതിന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. VK കടവ്, പട്ടാമ്പി VK കടവ് കുമ്പിടി റോഡിന് 2.5 കോടി റുപ്യ പാച്ച് വർക്കിന് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഒരു സംവിധാനവും ഇതുവരെ ആയിട്ടില്ല. അതുപോലെ തന്നെ എടപ്പാൾ റോഡ്, പടിഞ്ഞാറങ്ങാടി ആ ഭാഗങ്ങളിലൊക്കെ റോഡ് ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടത്. ഇങ്ങനെ നിരവധി റോഡുകൾ, ആസ്പത്രി മേൽഭാഗം, അതുപോലെ തന്നെ കപ്പൂര് റോഡ്, എല്ലാ പ്രധാന റോഡുകൾ, തൃത്താല നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രധാന റോഡുകളും തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും എടുക്കാതെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ സംവിധാനങ്ങൾക്ക് ഒരു സംവിധാനം കാണാൻ, ഈ തകർന്ന തരിപ്പണമായ റോഡുകൾ ശരിയാക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം കാണാൻ ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനെതിരെയുള്ള ജനകീയ സമരമാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗം പത്തിൽ അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം PV മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV ഹിളർ, പഞ്ചായത്ത് അംഗം K സുജാത, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ M മണികണ്ഠൻ, TP മണികണ്ഠൻ, ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധി K ഉസ്മാൻ, PV ബീരാനുണ്ണി എന്നിവർ സംസാരിച്ചു. K ന്യൂസ്, തൃത്താല.